Father God, we thank you very much for this wonderful opportunity. You have come to us, Lord. You have given us to come to your presence, Lord. That is church, Lord. You are about to do something great. God of breakthrough is about to visit this church. Father, I pray right now, prepare us, Lord. Prepare this church. Amen. So that they may receive the things that you have prepared for them, Lord. Amen. We thank you for your presence. Speak to us, Lord. In Jesus' name we pray. Amen. കടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകം എനിക്ക് സമയം തന്ന പാസ്റ്റർ മോനി പാസ്റ്ററോടും നിങ്ങൾ ഓരോരുത്തരോടും എന്നെ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സാധാരണ ഞാൻ അമേരിക്കയിൽ ഞാൻ നാട്ടിൽ 11 വർഷമായിട്ട് വർക്ക് കർത്താവ് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നാൽ മിക്കവാറും ഞാൻ ഒരു മാസത്തേക്കൊക്കെ കാണത്തുള്ളൂ. മിക്കവാറും ചിലപ്പോൾ ചില ചർച്ചകളിലോ ഒക്കെ പോസ്റ്റിങ്ങിലോ ഒക്കെ പോകത്തുള്ളൂ. ഇങ്ങോട്ടൊന്നും വരത്തില്ല. ഈ പ്രാവശ്യം ദൈവാത്മാവ് പറഞ്ഞു ഇങ്ങോട്ട് വരണം. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവം. എല്ലാവരും പറഞ്ഞു ഉറക്കെ പറഞ്ഞാട്ട്. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. യെശയ്യാപ്രവചനം 30-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. നീ എങ്ങോട്ടാ? ഇടത്തോടോ വലത്തോടോ തിരിയുമ്പോൾ വഴിയിലാകുന്നു, ഇതിൽ കൂടെ നടന്നുകൊള്ള എന്നുള്ള ഹോളി ഗോസ്റ്റ് GPS-ന്റെ ശബ്ദം. GPS ആരോടെങ്കിലും വഴക്കുണ്ടാക്കും? അതെനിക്ക് വളരെ ഇഷ്ടമാണ്. GPS വെച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി ഉടനെ പറയാം, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ മേക്ക് എ യു-ടേൺ. ആരും വണ്ടിക്കകത്തിരുന്ന ഡയറക്ഷൻ വരിക, നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ എന്ത് വഴക്കും വണ്ടികളെന്ത് വഴക്കുണ്ടാകുമെന്ന് പറയാം. അയ്യോ, പിന്നെ rest of the journey will be a hell. Correct അല്ലേ? Rest of the journey will be a hell. Thank God for the GPS. Thank everybody say thank God for the GPS. ആരാണ് ദൈവദിനം വായിച്ചത്? ആരോ ഇത് വായിച്ചതാ? യെശയ്യാപ്രവചനം 30-ാം അധ്യായം 21-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നീ പുറമോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്നുള്ള ശബ്ദം കൽപ്പിച്ചോടാ ചെയ്യുന്നു. പടം കാണിക്കുക മാത്രമല്ല, ശബ്ദമുണ്ട്. If it is possible, take a U-turn. പരിശുദ്ധാത്മാവ് നമ്മൾ ഉല്ലസിക്കുന്നത് നമ്മൾ കുഴപ്പമുണ്ടാക്കത്തില്ല. Amen. Hallelujah. Praise the Lord. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഓർത്ത് ദൈവത്തെ മഹത്വം. ഇന്ന് രാവിലെ എൻ്റെ മുമ്പിൽ അല്പസമയമുള്ളൂ. സ്തോത്രം. Just want to read few verses. I believe that God is going to do something great. യെശയ്യാപ്രവചനം book of Isaiah chapter 43. Book of Isaiah chapter 43 verse 18 and 19. Let me read it in the NIV version. Forget the former things. Forget the traditions. Forget everything. Do not dwell on the past. Next word it says in English, we read that like that. See. If you can see it, you can believe it. Amen. See, I am doing a new thing. I believe that a new thing is going to happen in this church. Amen. Stop. A new thing. So if you dwell on the past, God cannot do anything. If you dwell on your past tradition, that and this, God cannot do anything in our midst. Amen. Praise the Lord. യേശുവിന്റെ കാലത്തിൽ വന്നൊരു സ്ത്രീ, praise the Lord, തൈലം പൂശിയപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് നോക്കണം. യേശു ശമരിയക്കാരിയെ സ്ത്രീ എടുത്ത് വർത്താനം പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ വന്ന് നോക്കുക. എന്നിട്ട് പറയുന്നത് അറിയാമോ? തിന്നാട്ടെ അവർ മനസ്സിരിക്കണമെന്നറിയാം. ഈ സ്ത്രീ ആരാന്ന് അറിഞ്ഞാൽ ഇവരോട് വർത്താനം പറയുന്നു. യേശു ആ സ്ത്രീ എടുക്കപ്പോൾ ആ സ്ത്രീ ആരായിരുന്നു? ഇവാഞ്ചലിസ്റ്റ് ആയി. നമ്മൾ പറയും prostitute എന്ന് വിളിക്കുമ്പോൾ ദൈവം പറയും ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് ഞാൻ എന്നെ കണ്ടിരിക്കുന്നു. We need to break our traditions in Jesus' name. Amen. I am not going to dwell on the tradition. I am not going to dwell on what other people say. I am going to God said I am going to do new things in your midst. Amen. ഞാൻ നിങ്ങളുടെ ഇടയിൽ പുതിയ കാര്യം ചെയ്യാൻ പോകും. ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകും. സ്തോത്രം. യേശു ആ സ്ത്രീയോട് പറഞ്ഞു സ്തോത്രം. അവളുടെ അടുത്ത് വന്നു. യേശു അവളെ കണ്ടു, അവളുടെ ഹൃദയം കണ്ടു. അവളോട് എന്താ പറഞ്ഞത് അറിയാമോ? നമുക്കറിയാം, ഭാവന പെട്ടെന്ന് പോവാണ്. സ്തോത്രം. നിനക്ക് എത്ര വർത്തമാനമുണ്ടെന്ന് പറയും. ഉടനെ അവള് പറഞ്ഞത് അറിയാമോ? എനിക്ക് വെള്ളം തരാൻ എനിക്കിവിടെ വരുന്ന
പറയുന്നത് നാണക്കേട് പോലെ തോന്നുന്നു. എപ്പോഴും വെള്ളത്തിന് വരുന്നത്. എനിക്ക് വെള്ളം അവിടെ തന്നാൽ എനിക്ക് വരണ്ടല്ലോ. ഉടനെ അവൾ പറയുന്നു അങ്ങനെ മധ്യാഹ്നത്തിലായിരുന്നു. ആരും ജോലിക്കൊക്കെ പോകുമ്പോൾ ആട് കാണത്തിന് വിചാരിച്ച മധ്യാഹ്നത്തിലാണ്. ഉടനെ യേശു അവരോട് പറയുന്നത് ക്ലിയർ ചെയ്യാൻ ദൈവവും ചെയ്യത്തില്ല. യാക്കോബ് പറഞ്ഞു, ദൈവത്തോട് മല വിളിക്കുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിട്ടത്തില്ല എന്ന് പറയാൻ പോകുന്നു. That's a good thing. He sent everything on the other side of Jabbok River. Jabbok River അക്കരെയെല്ലാം കടത്തിയ ശേഷം തനിച്ചിരുന്നുകൊണ്ട് ദൈവത്തോട് മല വിളിക്കുകയാണ്. യേശാവ് വരുന്ന കാര്യമൊക്കെ അറിഞ്ഞു. യേശാവ് വരുന്ന കാര്യം അറിഞ്ഞപ്പോൾ സഹോദരം അവൻ ബുദ്ധി കൊണ്ട് ചിലതൊക്കെ ചെയ്തു. ആദ്യം മക്കളെ തള്ളി മുന്നോട്ട് വിട്ടു. ബുദ്ധി കൊണ്ട് പല കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്വസ്ഥത യേശുവിന്റെ നാമത്തിൽ പലരും കണക്കൂട്ടി ചെയ്യുന്നുണ്ട്, സ്വസ്ഥത കിട്ടുന്നില്ല. എല്ലാം ചെയ്തു, മുമ്പിലും വിട്ടു, എല്ലാം വേണ്ടാത്തന്നെല്ലാം മുമ്പിൽ വിട്ടു, പുറയിൽ അവരെ നിർത്തിയാണ്. അതിൽ എന്നിട്ട് ഇത്രയും സ്വസ്ഥത വരുന്നില്ല. ഉടനെ അയച്ചു, ഇതൊന്നും എനിക്ക് വിഷയത്തിന് വിടുതല, ദൈവത്തിൽ ഇരുന്നെങ്കിലേ നമുക്ക് വിടുതൽ. നമ്മുടെ കണക്കൂട്ടിലല്ല, ദൈവത്തിന്റെ കണക്കൂട്ടില്ല, നമ്മുടെ കണക്കൂട്ടില്ല ഈ ദിവസങ്ങൾ തെറ്റിക്കാൻ പോവാ. പലപ്പോഴും നമ്മൾ കണക്കൂട്ടി ഇങ്ങനെ ദൈവം പ്രവർത്തിക്കാം. അല്ല 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 മകളെ, അങ്ങനെയല്ല എന്ന് ദൈവാത്മാവ് വിളിച്ച് പറയുന്നു. സ്തോത്രം. നമ്മുടെ കണക്കൂട്ടില്ല ഈ ദിവസങ്ങൾ തെറ്റിക്കാൻ പോവാ. സ്തോത്രം. പല കണക്കൂട്ടിലും കണക്കൂട്ടി ഫിലിപ്പോസ് കർത്താവിനോട് പറഞ്ഞു, 8 മാസം സാലറിയുടെ സ്നാക്സ് കൊടുക്കണം. Come up with a calculation. You need 8 months of salary in order to give a snacks. Yes, calculator on the way to sharp. He used the sharp calculator. Yes, you know what I kind of like it. This is work out. Because you want to please God, it has to go through faith. Without faith, it is impossible to please God. Anyone must come to him, must believe that he is the rewarder of those who diligently seek him. Joseph Matthew it has to come through faith. Praise the Lord. Hallelujah. Praise the Lord. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഉടനെ പറയുന്നതാണല്ലോ യേശു പറയുന്നത്. സ്തോത്രം. അന്ത്രോസ് നമുക്കറിയാവുന്ന ഭാവമാണ്. 5 അപ്പവും 2 മീനും. സ്തോത്രം. യേശു ഉണ്ടെങ്കിൽ അതെല്ലാം ഉണ്ട്. ആമേൻ. അത് മതി. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ യാക്കോബ് ദിവസം മല പിടിച്ചപ്പോൾ യാക്കോബിനോട് പറയുന്നത് എന്തോന്നറിയാമോ? ഹല്ലേലൂയ. എന്താ പറയുന്നറിയാമോ? നിന്റെ പേരെന്തുവാണ്? ആരോടും ദൈവം പേര് ചോദിക്കുന്നത്? സക്കായിയോട് പറഞ്ഞ് അടങ്ങി വരാനാണ് പറഞ്ഞത്. സക്കായി മരത്തെ കയറി യേശുവിനെ കാണണം. നമ്മളാണ് പറഞ്ഞോ മനുഷ്യ, what's your name? കന്നഡ പറയുന്നത് നീ നസറേനാ, നിന്റെ പേരെന്നാ ചോദിക്കും. എന്റെ ദൈവം ചോദിക്കത്തില്ല. ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു, ഞാൻ അവയ്ക്ക് പേര് ചൊല്ലി വിളിക്കുന്നു, അതൊക്കെ പോയി പുറത്തു കൊണ്ടുപോയി ചെയ്യും. ഈ സക്കായോട് പറഞ്ഞത് മരത്തേക്ക് മേളോട്ട് കയറിയിട്ട് നോക്കിയാ, സക്കായേ വേഗം ഇറങ്ങി വാ, ഇന്ന് രാത്രി നിന്നോട് കൂടെ വസിക്കുന്നു. കാരണം നിന്നിലൊരു നല്ല താല്പര്യമുണ്ട്. മറ്റുള്ളവരെ കാണുവാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്, എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് ചെയ്യുന്നത്. മനുഷ്യനെ കാണുവാൻ വേണ്ടി ചെയ്യുന്നെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ നിങ്ങളെ പിന്നെയും പറയും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മനുഷ്യർക്ക് വേണ്ടിയല്ല, മനുഷ്യൻ കാണുവാൻ വേണ്ടിയല്ല, ഉപസിക്കുന്ന മനുഷ്യൻ കാണുവാൻ വേണ്ടിയല്ല, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ കാണുവാൻ വേണ്ടിയല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് കാണുവാനാണ് ഞാൻ ചെയ്യുന്നത്. കാരണം everyone must receive a reward from the Lord. Praise the Lord. Hallelujah. നമ്മൾ കാണുന്നു ചെയ്യുന്നതല്ല, കർത്താവിന് വേണ്ടി ചെയ്തു. സ്തോത്രം. അത്ഭുതം പ്രവർത്തിക്കുക. സ്തോത്രം. സക്കായി ഇന്ന് എന്നോടുകൂടെ വസിക്കുന്നു. യേശു ഒരു വ്യക്തിയുടെ ഉള്ളത്തിലേക്ക് വന്ന് അവന് ചേഞ്ച് ഉണ്ട്. നമുക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ, എന്നോട് സോദരൻ ഈ 5 വർഷത്തിന് മുമ്പേ ഞാൻ വാവിൽ പോയി ചില എക്സസൈസ് ചെയ്യാൻ വേണ്ടി 20 വർഷമായിട്ട് ഒരു വെയിറ്റ് കീപ്പ് ചെയ്യുന്നു. ദൈവകൃപ, എല്ലാം കൃപ കൃപ. ഞാൻ എക്സസൈസിന് പോകാൻ വിചാരിച്ചു. എക്സസൈസിന് എന്നപ്പം അവിടെ ഒരു കൗണ്ടറിൽ ഒരു സഹോദരി ഇരിപ്പുണ്ട്. ആരാണ് പറഞ്ഞ
ഒരു വർഷിപ്പ് ലീഡറാണ്. അപ്പം കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2 മാസത്തേക്ക് ഗ്യാപ്പ് വേണം, ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് 2 മാസം കഴിഞ്ഞ് ഈ മാസത്തെ പൈസയും വരുന്ന മാസം പൈസ എന്തിനു വെറുതെ കൊടുക്കണം, കർത്താവിന് വേണ്ടി കൊടുക്കണം. Every penny that is in my hand for God's work. God has given me, I have given account for everything. ഞാൻ പറഞ്ഞു സ്തോത്രം, ഇതൊന്നും ഒരു 2-3 മാസത്തേക്ക് മാറ്റി തരാമെന്ന് ചോദിക്കാൻ ചെന്നതാണ്. ഞാൻ പറഞ്ഞു ഞാൻ മിഷണറി വർക്കിംഗ് ഇൻ ഇന്ത്യ. എന്നോട് ചോദിക്കുക ആര് born again? Oh my God. I'm speaking to that I'm a missionary working in India. The question is again, are you born again? നീ രക്ഷിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ ഒരു ട്രാക്ട് തരാം നീ രക്ഷിക്കപ്പെടാൻ? ആ ട്രാക്ട് എപ്പോഴും ഒരു ഓഫീസിൽ ഇന്ത്യയിൽ ഇരിപ്പുണ്ട്. She gave me a tract that speaks me a lot. Every day we need to be get saved. Amen. Every day I need to be get saved from everything. Shabakarabasi. Hallelujah. ഈ സക്കായി എന്ന് പറയുന്നത് അറിയാമോ? സ്തോത്രം. ഉടനെ എല്ലാവരും കുറിച്ച് നോക്കി, ഈ സക്കായിലൂടെ എങ്ങനെ യേശു പോകുന്നത്? ഇവൻ ആരാന്ന് അറിഞ്ഞാൽ ഇവന്റെ കൂടെ പോകുമോ ചോദിക്കുമ്പോൾ സക്കായി പറയാ 1 രൂപ കളിപ്പിച്ചെങ്കിൽ ഞാൻ 4 രൂപ തരാം. If I see that 1 rupee from anybody, I'm ready to give that 4 rupees. You know what? Salvation has come to this house. രക്ഷയുടെ ഭവനത്തിൽ വന്നിരിക്കുന്നു. രക്ഷയുടെ ഭവനത്തിൽ വന്നിരിക്കുന്നു. കാരണം സ്തോത്രം, യേശു നമ്മുടെ ഉടത്തേക്ക് വന്നെങ്കിൽ നമ്മളത് is a giving person. നമ്മളൊന്നും പിടിച്ചു വെച്ചേക്കത്തില്ല. Praise the Lord. ഇവിടുത്തെ യാക്കോബിനോട് ദൈവം ചോദിക്കുകയാണ്, സ്തോത്രം, മല പിടിക്കുക, എനിക്ക് അനുഗ്രഹം വേണം. ദൈവം ചോദിക്കുന്ന അറിയാമോ? എത്ര നല്ല ചിക്കൻ ബിരിയാണി ആണെങ്കിലും ഒരു അഴുക്കുള്ള പാത്രത്തിൽ വിളമ്പി കാര്യം കഴിക്കുന്നു. ഞാൻ നാട്ടിൽ ചെന്ന് മീനെ പഠിപ്പിക്കുന്നത് ഹിന്ദുക്കളുടെ ഇടയിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല പ്ലേറ്റ് അവിടെ മേളിലെല്ലാം ദൈവങ്ങളിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഫുഡ് ഞാൻ തരും, അതിൻ്റെ അടുത്ത് കുറച്ച് ചകിണീന്നാണ് പറയും, ചകിണി എന്ന് പറഞ്ഞാൽ ചാണകം. അങ്ങനെ ചാണകം അവർ പൂശുമൊക്കെ. നമ്മുടെ ചാണകവും ആ ഫുഡിൻ്റെ അടുത്ത് വെച്ചാൽ നിങ്ങൾ കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോഴേ അവർക്ക് ഈ വിഷയം മടിയാണ്. അത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ആ മേലിരുന്ന ദൈവത്തെ എല്ലാം പിടിച്ചടച്ചു. ഞാൻ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു അശുദ്ധിയുള്ള പാത്രത്തിൽ വിളമ്പത്തില്ല. God is a holy God. We must be holy in our every way. Amen. Holy in our talk, holy in our conversation, everything, always. Holy in our walk with God. Where there is holiness there, God dwells there in that place. Amen. ഉടനെ യാക്കോബിനോട് ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത് അറിയാമോ? വേറെ ആരോടും ചോദിച്ചിട്ടില്ല. യാക്കോബിനോട് ചോദിക്കുന്ന പേരെന്തോന്ന്? കാരണം അപ്പനെ വെട്ടിച്ചിട്ട് പോകുന്ന അപ്പനോട് പറഞ്ഞാണ് യേശാവാണ്. നിന്റെ പേര് പറയാൻ ഇപ്പം പറയാമോ? വേറെ ദൈവത്തിനറിയാം എവിടെ തൊടണം, എങ്ങനെ തൊടണം, എപ്പോൾ തൊടണം ദൈവത്തിന്. ഗുജറാത്തിലൊരു ഭൂമികളൊക്കെ ഉണ്ടായി, വീട് പണിതവന്റെ മേളിലോട്ടാ വീട് വീണത്. എന്നാ അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അവിടെ കുലുക്കമുണ്ടായി, ഇതും കുലുക്കമാണ്. 2 കുലുക്കത്തിന് തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിനറിയാം എങ്ങനെ കുലുക്കണമെന്ന്, എപ്പോൾ കുലുക്കണമെന്ന് ദൈവത്തിനറിയാം. ഈ കുലുങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവം പറഞ്ഞു ഈ കുലുക്കം എന്തിനാണെന്നറിയാമോ? എല്ലാവരുടെയും ചെയിൻ അഴിയാൻ വേണ്ടിയുള്ള കുലുക്കം. അടിസ്ഥാനം ചുറ്റും ഈ അടിസ്ഥാനമുള്ള പ്രൂഫ് താഴ്പോത്തിരിക്കും. അടിസ്ഥാനമുള്ള വായിക്കുന്നത് ദൈവം പറഞ്ഞു ഈ അടക്കം എന്തിനാണെന്നറിയാമോ? ഈ സ്നാനത്തിന് വേണ്ടിയുള്ള ഇളക്കം. ചില വിഷയങ്ങൾ കൊണ്ട് ചില കുലുക്കം നമ്മുടെ ജീവിതത്തിൽ ചില പുതിയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയാണ് കുലുക്കൊണ്ട്, പുതിയ തീരുമാനത്തിന് വേണ്ടി ചില കുലുക്കം, ജോലിക്ക് കുലുക്കം തരും. സ്വതന്ത്രം എന്തിനാണെന്നറിയാമോ? നിന്നെ പുതിയ സ്റ്റെപ്പിലേക്ക് ദൈവം നടത്താനാണ്. Don't blame anything. God has a purpose behind it. He has a purpose behind for that purpose. Hallelujah. Everything, whatever happens in your life, you need to ask God. Give thanks unto God. Lord, what is this for? Any situation comes to your life, you need to ask God. Lord, what is the problem? What is the matter with them? Praise God. What about this? What about the word says about this problem? And God will surely speak to you. ഉടനെ യാക്കോബിനോട് പറയുന്നതിന്റെ പേരെന്തുവാണ്? ഏറ്റു പറയാമെങ്കിൽ കൃപ ലഭിക്കും. ഏറ്റു പറയാമെങ്കിൽ എന്ത് കിട്ടുമെന്ന് അറിയാമോ? കൃപ ലഭിക്കും. എല്ലാവരും പറഞ്ഞാൽ കൃപ. കൃപയല്ലേ വേണ്ടത്?
ഞാനാകുന്ന ദൈവം